അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സീബ്രകളെ നമ്മൾ നമ്മുടെ ജാവ ഫൺ അക്വേറിയങ്ങളിലേക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് ഇടാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒരു ഡസനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 6 എണ്ണത്തിനെ വെച്ച് നമുക്ക് 2 അക്വേറിയങ്ങളിലായിട്ട് ഇടാം. ഈ 2 അക്വേറിയങ്ങളിൽ നമ്മൾ വളർത്തുന്നത് ജാവ ഫൺ ചെടികളാണ്. ഈ ചെടികൾ വളമായിട്ട് യൂസ് ചെയ്യുന്നത് മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റാണ്. തുടക്കത്തിൽ നമ്മൾ റെഡ് പ്ലാറ്റുകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രീതിയിൽ ബ്രീഡൊക്കെ ആയിട്ട് അവസാനം നമ്മൾ അവരെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മൾ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികൾ ഇറക്കി. അവരും അതിനകത്ത് കിടന്ന് ബ്രീഡായിട്ട് അവസാനം നമ്മൾ അവരെയും മൊത്തത്തിൽ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റി. അതിനുശേഷമാണ് നമ്മൾ ഏഞ്ചലുകൾ ഇട്ടത്. ഒരു അക്വേറിയത്തിൽ പ്ലാറ്റിനം വൈറ്റ് കിടക്കുന്നുണ്ട്, മറ്റേ അക്വേറിയത്തിൽ സീബ്ര ഏഞ്ചലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഏഞ്ചലുകൾ ഇട്ടതിന് ശേഷമുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് ചെടികൾ ഈ അക്വേറിയത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ ചെടികളുടെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ പെല്ലറ്റ് ഫുഡ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവർക്ക് കാണാൻ പറ്റുന്ന ഏരിയയിലുള്ളത് മാത്രമാണ് ഈ ഏഞ്ചലുകൾ പോയിട്ട് കഴിക്കുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ ഈ ചെടികളുടെ ഇലയുടെ അടിയിലൊക്കെ പോയിട്ട് നിന്ന് വേസ്റ്റായി കിടക്കുകയാണ്. അങ്ങനെ ഈ പെല്ലറ്റ് ഫുഡ് വേസ്റ്റായി പോകാത്തതെല്ലാം കഴിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചെടികൾ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഈ മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റാണ് അവർ വളമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്വേറിയങ്ങളിൽ ഏഞ്ചലുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഈ ചെടികൾക്ക് വേണ്ട അത്ര ആ ഒരു ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീബ്രകളെ വാങ്ങിയിട്ടുള്ളത്. ഒരു ഡസനായിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിനെ നമുക്ക് 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് 2 അക്വേറിയങ്ങളിലേക്കും ഇറക്കി വിടാം. അപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അക്വേറിയം ഷോപ്പിൽ ചെന്നപ്പോഴാണ് ഈ ഒരു വെറൈറ്റിയെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സീബ്ര വെറൈറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടിട്ടുള്ള സീബ്രകൾ അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള സീബ്രകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ വെറൈറ്റി സീബ്ര, അതായത് ബ്ലൂ കളറിലുള്ള ഡിഫോൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഒറിജിനൽ സീബ്ര എന്ന് പറയുന്നത്. അത് കൂടാതെ പിന്നെ പല കളർ വെറൈറ്റികൾ വരുന്നുണ്ട്. അതായത് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് പല കളറിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പച്ച, മഞ്ഞ, ഈ ഓറഞ്ച്, റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല കളറുകളിൽ സീബ്രകൾ വരുന്നുണ്ട്. അത് ഒറിജിനൽ വെറൈറ്റി അല്ല, ഈ പറഞ്ഞതുപോലെ ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്ത് ഇറങ്ങിയിട്ടുള്ള വെറൈറ്റികളാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഒറിജിനൽ വെറൈറ്റി തപ്പിയിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പല കളറിലുള്ളതിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തപ്പിയപ്പോഴാണ് ഈ ഒരു വെറൈറ്റിയെ കാണുന്നത്. ഇത് ഒറിജിനൽ വെറൈറ്റിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തലഭാഗത്ത് ഒരു മഞ്ഞ കളർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫിൻസൊക്കെ മഞ്ഞ കളറാണ്, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വെറൈറ്റിയെ ഞാൻ സത്യം പറഞ്ഞാൽ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിനെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ഒരു ഡസനായിട്ടാണ് വാങ്ങാറുള്ളത്. കാരണം ഈ മീനുകൾ ഗ്രൂപ്പായിട്ട് നടക്കുന്ന മീനുകളാണ് ഈ സീബ്ര ഡാനിയോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളൊരു മിനിമം ഒരു 6 എണ്ണത്തിൻ്റെ പാക്കായിട്ട് വാങ്ങുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഡസൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അക്വേറിയത്തിലേക്ക് സ്യൂട്ടബിൾ ആണ്. അത് വലിയ കുഴപ്പമില്ല. ഈ ഒരു സിംഗിൾ അക്വേറിയത്തിലേക്ക് നമുക്ക് ഒരു ഡസനെ ഇടാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 6 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് നല്ല സ്പേസ് ഉണ്ടായിരിക്കും ഇതിനകത്ത് നടക്കാനായിട്ട്. അങ്ങനെ വല്ലാതെ ഒരു സ്പേസിൻ്റെ ഇഷ്യൂ വരില്ല. ഒരു ഡസനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടിയും വലുപ്പം വയ്ക്കുന്ന മീനുകളാണ്. അപ്പോൾ ആ ഒരു സൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12 എണ്ണം എന്ന് പറയുന്നത് കുറച്ച് ഓവർ ക്രൗഡഡ് ആണ് ഒരു സിംഗിൾ അക്വേറിയത്തിൽ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക ദീർഘവീക്ഷണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എണ്ണത്തിന് ഇടുന്നതാണ് നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ കുറച്ച് സൈസ് വയ്ക്കും. അപ്പോൾ 6 എണ്ണം ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 6 എണ്ണത്തിനെ വെച്ച് ഓരോ അക്വേറിയങ്ങളിലേക്ക് ഇറക്കി വിടാം. ഞാൻ പണ്ടൊക്കെ വാങ്ങാറുള്ളത് ഇങ്ങനെ തന്നെയാണ്, ഒരു ഡസനായിട്ടാണ് വാങ്ങാറുള്ളത്. അതായത് ഒരു പെയറിന് 20 രൂപയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഒരു ഡസൻ എടുക്കുമ്പോൾ 120 രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത്. പക്ഷേ ഡസനായിട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്ക് 90 രൂപയ്ക്ക് കിട്ടാറുണ്ട്. ഞാനിത് വാങ്ങിയത് നമ്മുടെ തൃശ്ശൂരുള്ള അക്കരാസ് അക്വേറിയം ഷോപ്പിൽ നിന്നാണ്. ഇതുപോലെ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന അക്വേറിയങ്ങളിൽ ഇടാൻ പറ്റിയ മീനാണ് ഈ സീബ്ര എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മറ്റ് മീനുകളുടെ പോലെ ഈ ഗപ്പി പ്ലാറ്റി മോളികളുടെ പോലെ പ്രസവിക്കുന്ന മീനുകളല്ല ഈ സീബ്രകൾ. ഇവർ മുട്ടയിടുന്ന മീനുകളാണ്. പിന്നെ നാച്ചുറലായിട്ട് ഇതുപോലെയുള്ള അക്വേറിയങ്ങളിലൊന്നും അവരങ്ങനെ മുട്ടയിട്ടിട്ട് നാച്ചുറലായിട്ട് ബ്രീഡ് ആവാറില്ല. ഇവരെ സെപ്പറേറ്റ് നമ്മൾ ബ്രീഡിംഗ് കേജിലൊക്കെ ഇട്ട് വേണം മുട്ടയിട്ട് അത് പിന്നീട് വിരിയിച്ചെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ പല ആൾക്കാരും ഇവരെ നാച്ചുറൽ പോണ്ടുകളിലൊക്കെ ഇട്ട് വളർത്താറുണ്ട്. അവിടെ ഇവർ നാച്ചുറലായിട്ട് ബ്രീഡ് ആവാറുണ്ടെന്ന് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ഉള്ള പോലെ ആൽഗ വാട്ടറിൽ വളർത്താൻ പറ്റിയൊരു മീനാണ് ഈ ഒരു സീബ്ര എന്ന് പറയുന്നത്. സീബ്ര മാത്രമല്ല മറ്റ് ചെറുവക വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ടൈഗർ ബാർബ് വെറൈറ്റിയിൽ പെട്ട മീനുകൾ, അതുപോലെ തന്നെ നമ്മുടെ വിഡോ ടെട്രകൾ, ബ്ലാക്ക് വിഡോ ടെട്ര, വൈറ്റ് വിഡോ ടെട്ര, ഗ്ലോ ടെട്രകളെല്ലാം ഇതുപോലെ ആൽഗ വാട്ടറിലും ക്ലിയർ വാട്ടറിലും നമുക്ക് വളർത്താം. അപ്പോൾ ഈ മീനിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സീബ്ര ഡാനിയോ എന്നാണ്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എപ്പോഴും ചെറിയൊരു ഗ്രൂപ്പായിട്ട് വാങ്ങുക. ഒരു ഡസൻ്റെ ഗ്രൂപ്പ് അല്ലെങ്കിൽ 6 എണ്ണത്തിൻ്റെ ഗ്രൂപ്പായിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഇതുപോലുള്ള 2 ഫീറ്റ് അക്വേറിയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വളർത്താൻ പറ്റിയൊരു മീനാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു അക്വേറിയം എന്ന് പറയുന്നത് 2 അടി നീളം, 1 അടി വീതി, 1.5 അടി ഹൈറ്റാണ് വരുന്നത്. ഈ 2 അക്വേറിയങ്ങൾ നമ്മൾ ജസ്റ്റ് ഈ ചെടികളെ വളർത്താൻ വേണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മീനുകളെ ഇട്ടിട്ടുള്ളത്. അല്ലാതെ അലങ്കാരത്തിനൊന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ല. മാത്രമല്ല ടെറസിൻ്റെ മുകളിൽ ട്രസ് അടിച്ചതിന് കീഴിലാണ് ഈ ഒരു അക്വേറിയങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ബാക്കി ടബുകളും ബക്കറ്റുകളൊക്കെ ഇരിക്കുന്നത്. അത് ഓപ്പൺ ഏരിയ ആണ്, നിറച്ച് എന്താ പറയുക ഇലകളും കാര്യങ്ങളൊക്കെ പറന്ന് വരും. അതുപോലെ തന്നെ പ്രാവുകൾ ഇരിക്കുന്നുണ്ട് മുകളിൽ. അത്യാവശ്യം കുറേ പൊടിയും വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നൊരു ഏരിയ ആണ്. നമുക്ക് ഒഴിവുള്ള സമയത്താണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾ നോക്കിയാൽ നിറച്ച് പൊടിയും ഇലകളൊക്കെ കാണാം. അപ്പോൾ ജസ്റ്റ് ഈ ചെടികൾ ഇങ്ങനെ വളർത്താനും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മീനുകളെ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ അക്വേറിയത്തിനകത്ത് ഇപ്പോൾ സീബ്രകളും കിടക്കുന്നുണ്ട്, നമ്മുടെ ഏഞ്ചലുകളും കിടക്കുന്നുണ്ട്. പിന്നെ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളെല്ലാം ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, ജാവ ഫേൺ ചെടികളാണ്.
അപ്പോൾ ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം ഈ സീബ്രകൾ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തിന്ന് തീർത്തോളും. വേസ്റ്റ് ആയിട്ടൊന്നും കിടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ അതേ കാണുന്നതാണ് സീബ്രകൾ, കണ്ടില്ലേ, അവർ ഗ്രൂപ്പായിട്ട് നടക്കുന്നത് കണ്ടില്ലേ. പിന്നെ അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നാൽ മാത്രമാണ് ഈ ചെടികൾക്ക് അത് വളമായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി ഇനി കറക്റ്റായിട്ട് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ 2 അക്വേറിയങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് എയറേഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഇത്രയധികം ചെടികൾ കിടക്കുന്നതുകൊണ്ടും ഇപ്പോൾ മീനുകൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല കണ്ടീഷനായിട്ട് കിടന്നോളും. അങ്ങനെ കിടന്നാൽ മാത്രമാണ് ഈ ചെടികൾ നല്ല രീതിയിൽ വളരുള്ളൂ. തീരെ ചെറിയ സൈസിൽ വരുന്ന മൈക്രോ പെല്ലറ്റ്സ് ആണ് ഇവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ബീറ്റ ഫിഷിനൊക്കെ കൊടുക്കുന്ന ആ ഒരു സൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ലിങ്കുകൾ നമ്മൾ ടാഗ് ചെയ്ത് വെക്കാം, ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.